ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും തികവുറ്റ വനിത, ഏറ്റവും സ്ത്രീത്വമുള്ള സ്ത്രീ, ഏറ്റവും പ്രൗഢിയുള്ള രാജ്ഞി എന്നാണ് 1745 ഫ്രഞ്ച് എഴുത്തുകാരനായിരുന്ന തിയോഫൈൽ ഗൗട്ടിയർ ക്ലിയോപാട്രയെ പറ്റി പറഞ്ഞത്. ക്ലിയോപാട്ര ദ സെവൻ. അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. ആർക്കൈവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അലക്സാണ്ടർ ദ ഗ്രേറ്റിന് ശേഷം റോമിന്റെ സാമന്ത രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ഈജിപ്തിനെ അടക്കി ഭരിച്ചിരുന്ന ടോൾമി രാജകുടുംബത്തിന്റെ അവസാന കന്യയായാണ് ക്ലിയോപാട്ര ദ സെവൻ തിയ ഫിലോപാറ്റർ ജനിക്കുന്നത്. ക്ലിയോപാട്രയുടെ 18-ാം വയസ്സിൽ അവളുടെ പിതാവ് ടോൾമി 12-ാമന്റെ മരണത്തെ തുടർന്ന് ക്ലിയോപാട്ര ഈജിപ്തിന്റെ അധികാര പദവിയിലേക്ക് എത്തുന്നു. പിന്നീട് അങ്ങോട്ട് ചരിത്രം സൃഷ്ടിച്ച അധികാര വാഴ്ചയും രാജതന്ത്രങ്ങളും പ്രണയവും ചതിയും നിറഞ്ഞതായിരുന്നു ക്ലിയോപാട്രയുടെ ജീവിതം. അക്കാലത്ത് ഈജിപ്തിൽ ഇൻസിസ്റ്റ് എന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. അതായത് സഹോദരി സഹോദരന്മാർ തമ്മിൽ വിവാഹം കഴിക്കുകയും വംശശുദ്ധി നിലനിർത്തിക്കൊണ്ട് സന്തതി പരമ്പര മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ഒരു രീതി. അതേ രീതി തന്നെ സ്വീകരിക്കുകയാണ് ക്ലിയോപാട്ര. പിതാവായ ടോൾമി 12-ാമന്റെ മരണശേഷം ഭരണാധികാരിയാകുന്ന ക്ലിയോപാട്രയുടെ കോ റീജന്റ് സ്ഥാനത്തേക്ക് അഥവാ സഹഭരണാധികാരി സ്ഥാനത്തേക്കും ഭർത്തൃസ്ഥാനത്തേക്കും വരുന്നത് വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള ടോൾമി 13-ാമനാണ്. 8ഓളം ഭാഷകൾ സംസാരിച്ചിരുന്ന ക്ലിയോപാട്രയ്ക്ക് വൈദ്യശാസ്ത്രമടക്കം നിരവധി വിഷയങ്ങളിൽ പാണ്ഡിത്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ പിതാവിന്റെ ഭരണവ്യവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമായി കരുത്തുറ്റൊരു നാവികസേനയും ദൃഢതയുള്ള ഒരു നാണയ വ്യവസ്ഥയും കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ബുദ്ധിവൈഭവം ഏറെയുള്ള ക്ലിയോപാട്ര തന്റെ ഭർത്താവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെയും തനിക്കുണ്ടായേക്കാവുന്ന ഭീഷണിയും ചതിയും മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. തന്റെ അധികാര വാഴ്ചയുടെ തുടക്കം മുതൽ തന്നെ തനിക്ക് ജീവഹാനി സംഭവിക്കാതെ ഇരിക്കാൻ അവൾ ജാഗരൂകയായിരുന്നു. അതേസമയം തന്നെ ഈജിപ്തിന്റെ മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് മേലുള്ള തന്റെ ഏകാധിപത്യവും അവൾ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. തുടർന്ന് ടോൾമി 13-ാമനും ക്ലിയോപാട്രയും തമ്മിൽ ഭരണത്തിൽ 2-ൽ-1 എന്ന നിലയിൽ മത്സരമായി. കിടമത്സരത്തിനൊടുവിൽ ടോൾമി 13-ാമന്റെ പേര് ഔദ്യോഗിക രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയും നാണയങ്ങളിൽ ക്ലിയോപാട്രയുടെ മുഖം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഈ അവസരത്തിൽ ടോൾമി 13-ാമന്റെ ഉപദേശകനായിരുന്ന പോത്തിനസ് ക്ലിയോപാട്രയെ രാജ്യത്തിനുള്ളിൽ നിന്ന് പുറത്താക്കാനുള്ള തന്ത്രങ്ങൾ ടോൾമിയുമായി മെനഞ്ഞുകൊണ്ടിരുന്നു. അതിനു കാരണം പോത്തിനസ് ക്ലിയോപാട്രയുടെ ബുദ്ധിവൈഭവത്തെയും ആധിപത്യത്തെയും ഭയന്നിരുന്നു. ക്ലിയോപാട്രയെ ഒഴിവാക്കിയാൽ ടോൾമി 13-ാമനെ നിഷ്പ്രയാസം തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അയാൾക്ക് അറിയാമായി. പുരുഷാധിപത്യം കൊടികുത്തി വാണിരുന്ന റോമാ സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്ത് ബുദ്ധിമതിയും ധീരയുമായ ഒരു കൗമാരക്കാരി ഈജിപ്തിന്റെ ഭരണ പദവിയിലേക്ക് എത്തിയതിലുള്ള താല്പര്യമില്ലായ്മ കൂടിയായിരുന്നു അതിനു പിന്നിൽ. തൽഫലമായി ക്ലിയോപാട്ര BC 48-ൽ അലക്സാണ്ട്രിയയിൽ നിന്ന് പലായനം ചെയ്ത് ഈജിപ്തിന്റെ തെക്കൻ അതിർത്തികളിൽ അഭയം പ്രാപിക്കുന്നു. ഈ കാലയളവിനോടകം നഷ്ടപ്പെട്ട ഈജിപ്തിന്റെ അധികാരം തനിക്കിനി ഒറ്റയ്ക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ക്ലിയോപാട്ര മനസ്സിലാക്കുന്നു. അതേസമയം റോമിലും ഈജിപ്തിന് സമാനമായ രീതിയിൽ അധികാരത്തിനു വേണ്ടിയുള്ള മൽപിടുത്തങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിരുന്നു. റോമാ സാമ്രാജ്യത്തിൽ തനിക്കൊരു എതിരാളിയാകാൻ ആരും തന്നെ ഇല്ല എന്ന് അഹങ്കരിച്ചിരുന്ന പോംപെയ്ക്ക് മുന്നിൽ ജൂലിയസ് സീസർ എന്ന സൈനിക ജനറൽ റോമിന്മേലുള്ള അധികാര അവകാശവുമായി എത്തുന്നു. ഇത് പിന്നീട് ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴിമാറുന്നു. പാഴ്സലാസിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ പോംപെയുടെ സേനയ്ക്ക് സീസറിന്റെ സൈന്യത്തിൽ നിന്ന് കനത്ത പരാജയം നേരിടേണ്ടതായി വരുന്നു. റോമൻ ആഭ്യന്തര യുദ്ധത്തിൽ തന്റെ എതിരാളിയായിരുന്ന പോംപെയെ പിന്തുടർന്ന് ഈജിപ്തിലെത്തിയ ജൂലിയസ് സീസറിന് മുമ്പിൽ സഹായ അഭ്യർത്ഥനയുമായി സമീപിക്കാൻ ക്ലിയോപാട്ര തീരുമാനിക്കുന്നു. എന്നാൽ തീക്ഷ്ണശാലിയായ അധികാരിയും ആരെയും വശത്താക്കുന്ന വാഗ്മിയും യുദ്ധതന്ത്രജ്ഞനും റോമൻ റിപ്പബ്ലിക്കിനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നിർണായക ശക്തിയാക്കി മാറ്റാൻ കെൽപ്പുമുള്ള സൈനിക ജനറലായ ജൂലിയസ് സീസറിനെ അത്ര പെട്ടെന്നൊന്നും സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് ക്ലിയോപാട്രയ്ക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ BC 48-ൽ ഒരു സേവകന്റെ സഹായത്തോടെ തന്റെ ശരീരം ഒരു പരവതാനിയിൽ പൊതിഞ്ഞ് ജൂലിയസ് സീസറിന് മുന്നിൽ ഒരു സമ്മാനം എന്നോണം എത്തിക്കാൻ ക്ലിയോപാട്ര ആവശ്യപ്പെടുന്നു. പരവതാനി അഴിച്ചു മാറ്റിയതും സീസറിനെ അതിശയിപ്പിക്കും വണ്ണം ആത്മവിശ്വാസമുള്ളവളെ പോലെ അവൾ സീസറിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തന്റെ ഈജിപ്തിനോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തെക്കുറിച്ചും ഒരു രാജ്ഞിയാകാനുള്ള അഭിവാഞ്ചയെക്കുറിച്ചെല്ലാം അവൾ സീസറിനോട് പറഞ്ഞു.
ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിൽ മതിമറന്നുപോയ ജൂലിയസ് സീസർ അവളെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ഇരുവരും ചേർന്ന് ടോൾമി 13 പരാജയപ്പെടുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സീസറിന്റെ സഹായത്തോടെ വീണ്ടും ഈജിപ്തിന്റെ ഭരണാധികാരിയായി ക്ലിയോപാട്ര പുനരവരോധിക്കപ്പെടുന്നു. സാമ്പത്തിക രംഗത്തും മറ്റും വലിയ മുന്നേറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നു. അന്നേ വരെ ഈജിപ്ത് കണ്ടിട്ടില്ലാത്തത്രയും ശക്തമായ ഭരണം അവർ കാഴ്ചവെക്കുന്നു. ഇതേ സമയം സീസർ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയേക്കാൾ ജനപിന്തുണയുള്ള ഭരണാധികാരിയായി റോമിൽ വാഴുകയാണ്. BC 44 അദ്ദേഹത്തിന്റെ വിജയങ്ങളെ തുടർന്ന് സെനറ്റ് അദ്ദേഹത്തിന് ആജീവനാന്ത അധികാരി എന്ന സ്ഥാനം നൽകുന്നു. ഇതിനെല്ലാം ഉപരി റോമിലെ നാണയങ്ങളിൽ ജീവിച്ചിരിക്കെ തന്നെ സ്വന്തം ചിത്രം ആലേഖനം ചെയ്യപ്പെട്ട ഭരണാധികാരിയാണ് സീസർ. BC 44 സെനറ്റിന്റെ പോർട്ടിക്കോയിൽ വെച്ച് സെനറ്റിലെ ഒരു സംഘം ആളുകൾ സീസറിനെ ആക്രമിക്കുന്നു. ധീരമായി പോരാടിയിരുന്ന സീസറിനെ ബ്രൂട്ടസ് പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തുന്നു. സീസറിന്റെ മരണം ഒരു അവസരമായി കണ്ട് മാർക്ക് ആന്റണി ഒരു സഖ്യമുണ്ടാക്കി സെനറ്റിന്റെ അധികാരം പിടിച്ചെടുക്കുന്നു. സീസറിന്റെ മരണശേഷം തന്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ക്ലിയോപാട്ര തന്നെയും തന്റെ അധികാരത്തെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി മാർക്ക് ആന്റണിയുടെ സഹായം തേടുന്നു. ഇതേ സമയം റോമിലെ തന്റെ ഭരണം ഉറപ്പിക്കുന്നതിനു വേണ്ടി ഈജിപ്തിന്റെ സഹായം മാർക്ക് ആന്റണിക്കും ആവശ്യമായിരുന്നു. പല പ്രദേശങ്ങളായി പിരിഞ്ഞുപോയ റോമിനെ ഒന്നിച്ച് ഒരൊറ്റ രാഷ്ട്രമായി, ഒരൊറ്റ സാമ്രാജ്യമായി ഭരിക്കുന്നതിനെ ഇരുവരും സ്വപ്നം കണ്ടു. എന്നാൽ ആ സ്വപ്നങ്ങളും അധികനാൾ നിലനിന്നില്ല. BC 31 ബാറ്റിൽ ഓഫ് ആക്ടിയത്തിലൂടെ ഒക്ടേവിയൻ ആർമി ക്ലിയോപാട്രയുടെയും മാർക്ക് ആന്റണിയുടെയും സൈന്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. തന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞ ക്ലിയോപാട്ര തന്റെ ഷിപ്പുകളുമായി യുദ്ധമുഖത്ത് നിന്ന് പിൻവാങ്ങുന്നു. ഒക്ടേവിയൻ ആർമി അങ്ങനെ ആന്റണിയെ പരാജയപ്പെടുത്തുന്നു. ക്ലിയോപാട്ര തന്നെ ചതിച്ചു എന്ന് ചിന്തിച്ച ആന്റണി ഈജിപ്തിലെത്തിയതും ക്ലിയോപാട്ര നടന്നതെല്ലാം ആന്റണിയോട് പറഞ്ഞ് തന്റെ ഒപ്പം ആന്റണിയെ നിർത്താൻ ശ്രമിക്കുന്നു. ഒക്ടേവിയൻ ആർമി അവരെ പിന്തുടർന്ന് ഈജിപ്തിലെത്തുന്നു. അലക്സാണ്ട്രിയെ സഹായിക്കാൻ തങ്ങളെ കൊണ്ടാകും വിധം ക്ലിയോപാട്രയും ആന്റണിയും ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കതിന് സാധിക്കുന്നില്ല. യുദ്ധം തോൽക്കുമെന്നായപ്പോൾ ക്ലിയോപാട്ര ഒരു മുസോളിയത്തിൽ അഭയം തേടുന്നു. അങ്ങനെ BC 30 മാർക്ക് ആന്റണിക്ക് ഒരു തെറ്റായ സന്ദേശം ലഭിക്കുന്നു. ക്ലിയോപാട്ര കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ ദുഃഖം സഹിക്കാനാകാതെ മാർക്ക് ആന്റണി ഒരു വാളെടുത്ത് സ്വന്തം വയറ്റിൽ കുത്തിയിറങ്ങുന്നു. ഇതിനോടകം ക്ലിയോപാട്ര മരണമടഞ്ഞു എന്ന സന്ദേശം ഒരു തെറ്റായ സന്ദേശമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു സംഘം പരിചാരകർ മാർക്ക് ആന്റണിയെ ക്ലിയോപാട്ര രഹസ്യമായി താമസിച്ച മുസോളിയത്തിലേക്ക് എത്തിക്കുന്നു. മാർക്ക് ആന്റണി തന്റെ പ്രിയതമയുടെ കരങ്ങളിൽ കിടന്ന് മരിക്കുന്നു. ഇനി തന്നെയും ശത്രുക്കൾ വധിച്ചേക്കാം എന്ന് മനസ്സിലാക്കുന്ന ക്ലിയോപാട്ര പാമ്പിന്റെ വിഷം തന്റെ സിരകളിൽ പടർത്തി ആത്മഹത്യ ചെയ്യുന്നു. ലോകത്തിലെ ഒരു പുരുഷനും എന്റെ ശവകുടീരം കണ്ടെത്തില്ല, അതിന് മനുഷ്യകുലത്തിന് സാധിക്കില്ല. ക്ലിയോപാട്രയുടെ വാക്കുകളാണിവ. ചരിത്രകാരന്മാരും നിരവധി ഗവേഷകരും ക്ലിയോപാട്രയുടെ ശവകുടീരം കണ്ടെത്തുന്നതിനായി വർഷങ്ങളോളം അലഞ്ഞു. എന്നാൽ ഈജിപ്തിന്റെ അവസാന ഫറവോ ആർക്കും പിടികൊടുക്കാതെ ഇന്നും എവിടെയോ സ്വസ്ഥമായി ഉറങ്ങുകയാണ്. അലക്സാണ്ട്രിയയ്ക്ക് പുറത്ത് ഒരു പുരാതന നഗരത്തിൽ താബുരിസ് മാഗ്ന എന്ന ആരാധനാലയത്തിന് സമീപത്തായി ക്ലിയോപാട്രയുടെ ശവകുടീരം ഉണ്ടെന്നാണ് തന്റെ 10 വർഷത്തെ ഗവേഷണങ്ങൾക്കൊടുവിൽ കാതലിൻ മാർട്ടിൻ എന്ന പുരാവസ്തു ഗവേഷക പറയുന്നത്. എന്തുതന്നെ ആയാലും ക്ലിയോപാട്രയുടെ മരണം ഈജിപ്തിന്റെ പ്രൗഢിക്കേറ്റ കനത്ത ഒരു പ്രഹരം തന്നെയായിരുന്നു.